ശബരിമലയിൽ രാഷ്ട്രപതി സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സന്ദർശനത്തിനായി കഴിഞ്ഞ ദിവസം രാഷ്ട്രപതി കേരളത്തിൽ എത്തിയതിന് പിന്നാലെ ഹൈക്കോടതിയിൽ നിന്ന് ഒരു നിർണായക ഉത്തരവ് ഉണ്ടായിരിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സർക്കാരിനെയും ദേവസ്വം ബോർഡിനെയും വിജിലൻസിനെയും പ്രതി ചേർത്ത് ഹൈക്കോടതി സ്വമേധയാ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. രാഷ്ട്രപതി സന്ദർശനം നടത്തുന്നതോടെ രാജ്യത്തിന്റെ ഒന്നാകെ ശ്രദ്ധ ശബരിമലയിലേക്ക് എത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് പിണറായി സർക്കാരിനെ പ്രതി ചേർത്ത് ഹൈക്കോടതി കേസ് രജിസ്റ്റർ ചെയ്തത്. അയ്യപ്പന്റെ മുതൽ കട്ടവരും കക്കാൻ കൂട്ടുനിന്നവരും ശിക്ഷ അനുഭവിക്കണമെന്ന് ഹൈക്കോടതി കട്ടായം പറയുകയാണ്. അയ്യപ്പന്റെ ശാപത്തിൽ നിന്ന് അങ്ങനെ കരകയറാൻ പിണറായിക്ക് കഴിയില്ലെന്ന് ഇതോടെ ബോധ്യമായിരിക്കുകയാണ്. ഈ കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും സ്മാർട്ട് ക്രിയേഷൻസിനെയും ഒഴിവാക്കിയാണ് സർക്കാരിനെയും ബോർഡിനെയും പ്രതിയാക്കി കേസെടുക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചത്. രഹസ്യ സ്വഭാവം സൂക്ഷിക്കാനും വിവരങ്ങൾ പുറത്തു പോകാതിരിക്കാനുമാണ് നടപടിയെന്ന് പറയുമ്പോഴും പാർട്ടിയുടെ ഉന്നത നേതാക്കളെ മോഷണ ഇടപാടുമായി ബന്ധപ്പെട്ട് പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന ഭയം നേതൃത്വത്തെ വല്ലാതെ അലട്ടുന്നുണ്ട്. ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ 2019 ഇളക്കിക്കൊണ്ടു പോകുന്നതും ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലെത്തിച്ച് സ്വർണം പൂശിക്കൊണ്ടുവരുന്നതും CPM പ്രതിനിധികളായ A. പത്മകുമാർ, N. വാസു എന്നിവരാണ് ഈ കാലയളവിൽ ബോർഡ് പ്രസിഡന്റുമാർ. ഇവരുടെ ഭരണകാലത്ത് നടന്ന ക്രമക്കേടുകളുടെ ധാർമ്മിക ഉത്തരവാദിത്വത്തിൽ നിന്ന് CPMന് ഒഴിഞ്ഞു മാറാനാവില്ല എന്നതാണ് സത്യം. ദേവസ്വം മന്ത്രി അന്ന് കടകംപള്ളി സുരേന്ദ്രനായിരുന്നു. അതുകൊണ്ട് വാസവനോട് രാജി ആവശ്യപ്പെടാൻ സാധിക്കില്ലെന്ന നിലപാടിലാണ് CPM നിൽക്കുന്നത്. എന്നാൽ മന്ത്രിയുടെ കാര്യത്തിൽ മാറ്റമുണ്ട്. മുഖ്യമന്ത്രി അന്നും ഇന്നും ഒരാളായിരുന്നു എന്ന് ഓർക്കേണ്ടതുണ്ട്. പാർട്ടിയുടെ അടിത്തറ ഇളക്കുന്ന വിധത്തിലാണ് ശബരിമല സ്വർണ്ണമോഷണ സംഭവം എത്തി നിൽക്കുന്നത്. കഴിഞ്ഞ 10 കൊല്ലത്തെ CPMന്റെ ദേവസ്വം ഭരണത്തിൽ അടിമുടി അഴിമതിയും ക്രമക്കേടുമാണ് നടക്കുന്നതെന്ന വിവരമാണ് ഹൈക്കോടതിയുടെ ഇടപെടലിലൂടെ പുറത്തു വന്നത്. സ്വർണം കടത്തിയതിന്റെ പേരിൽ ഉദ്യോഗസ്ഥ വീഴ്ചയെന്നും സർക്കാരിനും ദേവസ്വം ബോർഡിനും പങ്കില്ലെന്ന് പറഞ്ഞ് നടന്ന CPMന് തലമണ്ടയ്ക്ക് കിട്ടിയ അടിയാണ് സർക്കാരിനും ബോർഡിനും ദേവസ്വം വിജിലൻസിനുമെതിരെ ഹൈക്കോടതി കേസെടുക്കാൻ നിർദ്ദേശിച്ചത്. ഗൂഢാലോചന ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തുമെന്നാണ് സൂചന. ബോർഡിലെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ അനുമതിയില്ലാതെ ഇമാതിരി വ്യാപക കൊള്ള നടക്കില്ലെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. മുഖ്യമന്ത്രിക്കും ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കില്ലെന്ന സൂചനകളാണ് ഹൈക്കോടതി ഉത്തരവിൽ നിന്നുണ്ടായത്. 1998 സെപ്റ്റംബറിൽ മദ്യവ്യവസായി വിജയ് മല്യ ശ്രീകോവിൽ അടക്കം സ്വർണം പതിക്കുന്നതിനായി 30 കിലോ സ്വർണമാണ് നൽകിയത്. ഈ സ്വർണം പൂർണ്ണമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയും സംഘവും ദേവസ്വം ബോർഡ് അധികൃതരുടെയും ജീവനക്കാരുടെയും അനുമതിയോടെ കടത്തിയെന്നാണ് കരുതുന്നത്. ശബരിമലയുടെ വികസനത്തിന്റെ പേര് പറഞ്ഞ് ആഗോള അയ്യപ്പ സംഗമം നടത്തി വിശ്വാസികൾക്കിടയിൽ മൈലേജ് നേടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് സ്വർണ്ണപ്പാളി മോഷണ കഥകൾ ഒന്നൊന്നായി പുറത്തു വന്നത്. കേസും കൂട്ടവും കൊടുമ്പിരി കൊണ്ടിരിക്കുന്നതിനിടയിലാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു ശബരിമലയിലെത്തിയത്. ഇതും പിണറായി വിജയന് വലിയ തിരിച്ചടിയാണ് സമ്മാനിക്കുന്നത്.